മൂശക്കാലം 3-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 17, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: സഹനത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവം യേശു ദർശനത്തിൽ. ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ അനുരഞ്ജനം സാധ്യതമാക്കുന്നതിനും അങ്ങനെ മനുഷ്യരെ രക്ഷിക്കുന്നതിനുമായി മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നുവന്ന യേശു താൻ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി തന്റെ രക്ഷണീയ വേലയുടെ പൂർത്തീകരണമായ കുരിശിലെ ആത്മബലിയുടെ സമർപ്പണത്തിന് മുമ്പായി തന്റെ പിതാവുമായിട്ട് നടത്തുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷമായിട്ട് വിശുദ്ധ യോഹന്നാൻ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് തോന്നുന്നു. യേശുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. തന്റേതായിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം ഈ മണ്ണിലെ അവസാനിപ്പിച്ച് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിന് സമയമായി എന്നറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആ പ്രാർത്ഥനാ വേളയിൽ സാമാന്യമായി ഒരു തൃപ്തിയുടേതായിട്ടുള്ള, സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു മനസ്സ് യേശുവിൽ നിഴലിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നു. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഉള്ളിൽ തൃപ്തിയും സന്തോഷവും നിലനിൽക്കുന്നു എന്ന് ആശയം വ്യക്തമാക്കിക്കൊണ്ട് തന്റെ ഉള്ളിലുള്ള സന്തോഷം തന്റെ അനുയായികളുടെ മനസ്സിലേക്കും സന്നിവേശിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പിതാവിനോട് പറയുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്തുമാത്രം ത്യാഗങ്ങളും ക്ലേശങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും അവരുടെ മനസ്സിൽ ആനന്ദത്തിന്റേതും സംതൃപ്തിയുടെ ആയിട്ടുള്ള ഭാവങ്ങളാണ് നിലനിൽക്കേണ്ടത് എന്ന യേശുവിന്റെ ആഗ്രഹം ഇവിടെ പ്രകടിതമാണ്. അതേ തുടർന്ന് യേശു പിതാവിനോടായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ മക്കളെ എല്ലാവിധ കെണികളിൽ നിന്നും, ദുഷ്ടാരൂപിയുടേതായിട്ടുള്ള കുതന്ത്രങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ട സംവിധാനം നീ ഒരുക്കി കൊടുക്കണമെന്ന് ആത്മാർത്ഥതയോടുകൂടെ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് യേശു പറയുന്നു, പിതാവേ, നീ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് നിന്റെ അറിവോടും സമ്മതത്തോടും കൂടെ പരിശീലനം പൂർത്തിയാക്കിയ ഈ എന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ ദിഗന്ധങ്ങളിലേക്ക് പലതരം പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ നിയോഗിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് നേരിടാം എന്ന് വരികിലും സദാസമയം അവർ സത്യത്തിന്റെ വാക്താക്കളായിട്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ശോഭിക്കാൻ ഇടവരണം എന്നുള്ളതാണ് യേശുവിന്റെ ഉറച്ച മനസ്സ് പ്രകടമായി കാണുന്നത്. സത്യത്തിന്റെ വാക്താക്കളായിട്ട് അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ ഇടവരിക എന്ന് പറഞ്ഞാൽ അതിനാൽ തന്നെ രൂക്ഷമായ പ്രതിസന്ധികള് അവർക്ക് തരണം ചെയ്യാൻ ഇടവരുമെന്ന് യേശുവിന് നന്നായിട്ടറിയാം. എത്ര കണ്ട് പ്രലോഭനങ്ങളും എത്ര കണ്ട് സമ്മർദ്ദങ്ങളും ഉണ്ടായാലും സത്യത്തിന്റെ വാക്താക്കളായിട്ട് തീരുന്നതിൽ നിന്ന് അവർ വിട്ടുപോകാൻ ഇടവരരുത് എന്നാണ് യേശുവിന്റെ നിർബന്ധപൂർവമായിട്ടുള്ള ആഗ്രഹമായിട്ട് ഇവിടെ പ്രകടിതമായി കാണുന്നത്. ഇങ്ങനെ സത്യത്തിന്റെ വാക്താക്കള് തന്റെ ശിഷ്യന്മാർ ആയിത്തീരുന്നതിനു വേണ്ടി യേശു വലിയ ഒരു കൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അവരെ അങ്ങനെ ആയിത്തീരുന്നതിനു വേണ്ടി, അവരെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി, അവരെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ആദ്യമായിട്ട് താൻ തന്നെ സത്യത്തിൽ വിശുദ്ധീകരിക്കുന്നു എന്നാണ് യേശു പിതാവിനോട് പറയുന്നത്. അത് യേശുവിൻ്റെതായിട്ട് മാത്രമുള്ള തനിമയാർന്ന ഒരു സംഭാവനയാണ്. ഇന്നേ വരെ അറിയപ്പെടുന്ന ലോകചരിത്രത്തിൽ ഒരു വ്യക്തി പോലും, ഒരു നേതാവ് പോലും പറയാനിടവരാത്ത തനിതായിട്ടുള്ളൊരു സംഭാവനയാണ് യേശുവിൻ്റേത്. തന്റെ അനുയായികള് നന്നായി ജീവിക്കാൻ വേണ്ടി അധികാരിയായിട്ടുള്ള താൻ അവർക്ക് വേണ്ടി സ്വയമായിട്ട്
വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക. ഇതാണ് ക്രിസ്തീയമായിട്ടുള്ളൊരു അതുല്യമായിട്ടുള്ള സംഭാവന. യേശുവിന്റെ ഈ സംഭാവനയുടെ ആഴങ്ങള് മനസ്സിൽ തട്ടിയത് കൊണ്ടും കൂടി ആയിരിക്കാം പുണ്യശ്ലോകനായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് താൻ അനുവർത്തിക്കാൻ ഇടവന്നു എന്ന് പിതാവ് മരിച്ചതിനു ശേഷം ഈയിടെ മാധ്യമങ്ങളിൽ കൂടെ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പിതാവ് ഡീക്കന്മാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വൈദിക പട്ടം കൊടുക്കുന്നതിന്റെ തലേ രാത്രി ആ വൈദികർക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള വിശുദ്ധിയുടെ സ്ഥിരീകരണം ലഭിക്കുന്നതിന് വേണ്ടി സ്വയമായിട്ട് ചാട്ട കൊണ്ട് തന്നെ മർദ്ദിച്ചിരുന്നു എന്നാണ് ഈയിടെ മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇടവന്നത്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്രൈസ്തവ പ്രവർത്തനമാണ്. താൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന വൈദികര് വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യുന്ന വ്യക്തി അതിനു മുമ്പായി തന്നെ സ്വയമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ക്രൈസ്തവികതയുടെ തനിമയാർന്ന ഒരു വലിയ സംഭാവന. നാം എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരേ സമയത്ത് തന്നെ അധികാരികളും അതേ സമയത്ത് തന്നെ അധീനരുമാണ്. അധികാരികൾ എന്ന നിലയിൽ നമ്മുടെ ചുമതലയിൽപ്പെട്ട വ്യക്തികളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി അവരെ ശാസിച്ചതുകൊണ്ടോ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ പരിതപിച്ചതുകൊണ്ടോ മാത്രമായില്ല എന്നും അവരെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അധികാരി എന്ന നിലയിൽ സ്വയമായിട്ട് ആദ്യമായിട്ട് വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്, അവർക്ക് വേണ്ടി തപസ് ചെയ്യാനുണ്ട് എന്ന ആ ആശയം ദിവംഗതനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തിന് കാഴ്ചവെക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന സത്യം ഈയിടെ മാധ്യമങ്ങളിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ യേശു അന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ആന്തരികത, അതിന്റെ മാസ്മരിക ശക്തി വളരെ വ്യക്തമായിട്ട് വരികയാണ്. യേശു അന്ന് പ്രാർത്ഥിച്ചത് തന്റെ ശിഷ്യന്മാര് സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവരുന്നതിനു വേണ്ടി താൻ ആദ്യമായിട്ട് സ്വയമായിട്ട് സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന തന്റേതായിട്ടുള്ള ആഗ്രഹം പിതാവിനെ അറിയിക്കുകയാണ്. യേശുവിന്റെ ഈ പ്രവർത്തന ശൈലിയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കേണ്ടത്. നാം മറ്റുള്ളവരെ തെറ്റ് ചെയ്യുന്നു, വേണ്ട വിധത്തിൽ പെരുമാറുന്നില്ല, അലസത കാണിക്കുന്നു, മടിയാണ്, മൂല്യബോധമില്ലാത്ത ജീവിക്കുന്നു എന്ന് പറയുക എന്നതിനേക്കാൾ അവർ വേണ്ട വിധത്തിൽ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ എന്തുമാത്രം തപസ്സിന് വിധേയനാക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ എന്തുമാത്രം വിശുദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. എന്റെ കുടുംബത്തിലെ അംഗങ്ങള്, മക്കളും ചെറുമക്കളും വഴിവിട്ട വിധത്തിൽ നടക്കുന്നു എന്നുള്ള പരിഭവം കൊണ്ട് നാം നേടുന്നതിനേക്കാൾ അധികമായിരിക്കും ആ കുഞ്ഞുമക്കള് നന്നാകാൻ വേണ്ടി രഹസ്യമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ തന്നെ തപസ്സിന് വിധേയരാക്കുക എന്നുള്ള പ്രക്രിയ. ഇത് വിക്കേരിയസ് സഫറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ക്രൈസ്തവ ദർശനം ഇതിലുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെ പൊതു രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു സ്വയം ബലി സമർപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ക്രൈസ്തവ ദർശനത്തിന്റെ കാതല്. ഈ കാതലാണ് ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിലൂടെ ലളിതമായ രീതിയിൽ നമുക്കായിട്ട് നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയത്. മഹാവിശുദ്ധാത്മാക്കളൊക്കെ, പ്രത്യേകിച്ച് ജോൺ ബിയാനി, തന്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഇടവക ജനങ്ങള് വിശുദ്ധിയിൽ വളരുന്നതിനു വേണ്ടി രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ അവർക്കായിട്ട് പ്രാർത്ഥിച്ചിരുന്നുവെന്ന ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്കായിട്ട് ത്യാഗങ്ങൾ ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് സന്യാസ സമൂഹങ്ങളിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ ചില ലൗകായികത്വം കയറി വരുന്നുണ്ട്
എന്ന് ചിലർ വിലപിക്കുന്നതായിട്ട് കേൾക്കാം. ആ വിലാപത്തിന് അർത്ഥമുണ്ടാകണമെന്ന് വരികിൽ സന്യാസത്തിലെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എന്ന നിലയ്ക്ക് ഓരോരുത്തരും അലസത കാണിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി തനിച്ച് എന്തുമാത്രം ത്യാഗങ്ങൾ സഹിക്കാൻ മനസ്സുണ്ട്, ആ ത്യാഗങ്ങൾക്കും സഹനത്തിനും അർത്ഥമുണ്ട് എന്നാണ് ക്രിസ്തു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈയൊരു പാഠം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആകമാനം ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാം. ഈ മാറ്റത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ആരാധനാക്രമം അനുസരിച്ച് മൂശക്കാലത്തിന്റെ വിരാമം തന്നെ സഭ കുറിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയം.